Hi dears, welcome back to our channel. ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നോർമലി കട്ട് ചെയ്തിട്ടാണ് പ്രിൻസസ് കട്ടൊക്കെ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ ബ്ലൗസിൻ്റെ ബാക്കിലും കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസ് ഉമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതെനിക്ക് വിത്ത് ബ്ലൗസ് ആയിട്ട് കിട്ടിയതായിട്ടൊരു സാരിയുടെ കൂടെ. അപ്പോൾ 1 മീറ്ററാണ് ഉള്ളത്. പിന്നെ 1 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. നമ്മൾ ലൈനിങ്ങും വേണ്ട ആദ്യം കട്ട് ചെയ്യുന്നത്. അതേ ലൈനിങ് 2 മടക്കി വയ്ക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് നോർമലി നമ്മൾ 7 ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് ഷോൾഡർ എടുക്കാറ്. അപ്പോൾ നോർമലി എടുക്കുന്നതിന് ഒരു 1.5 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ ഞാൻ 5.5 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. ഇനി നമ്മളിതേ താഴത്തോട്ടൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ ചെസ്റ്റ് പോയിൻ്റ് ആട്ടോ. എന്നിട്ട് ഇതേ അവിടെ നേരെ ചെസ്റ്റിന് നമ്മൾ നോർമൽ എടുക്കുന്ന പോലെ തന്നെ 9 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു 2.5 ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ മൈനസ് ചെയ്തിട്ടാട്ടോ ആ 2.5 ഇഞ്ച് കിട്ടിയത് ഞാൻ പറയാം. ഇനി ഇതേ നെക്കിന് വേണ്ടി നമ്മൾ താഴത്തോട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലോപ്പ് ഇടാൻ വേണ്ടിയിട്ട്, ഒരു കേർവ് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ 3 പോയിൻറ്റും കൂടെ ദേ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇനി 2.5 ഇഞ്ചാണ് നമ്മളിതേ മാർക്ക് ചെയ്ത് കൊടുത്ത താഴോട്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തും കൂടെ കൂട്ടിയിട്ടാണ് ശരിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടോപ്പിന് മാത്രമായിട്ട് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത് 5 ഇഞ്ചാണ് വരിക. അപ്പോൾ 5ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ 14 ഇഞ്ച് കിട്ടും. അതാണ് ടോട്ടൽ ബ്ലൗസിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത്. അപ്പോൾ നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 3 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ചും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഡാർട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡർ പോയിൻറ്റുമായിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കുക. അത് ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമ്മളെ മാർക്കിങ്സൊക്കെ ആയിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. സ്മോളിനും എക്സ്ട്രാ സ്മോളിലൊക്കെ ഈ സെയിം മാർക്കിങ്സ് തന്നെ എടുത്താൽ മതി കേട്ടോ. വേസ്റ്റ് 9 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 3 മൈനസ് ചെയ്യണം ശരിക്കും അതൊന്ന്. അങ്ങനെ കേട്ടോ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ ഒക്കെ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതേ നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും പിന്നെ സൈഡിൽ ഇത് അതേപോലെ തന്നെ വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് അപ്പുറത്തോട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ 2 ലൈനിങ്ങിൽ ഒരേപോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ 2 ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അതേ മെയിൻ ക്ലോത്തും കൂടെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാ വെച്ചാൽ ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. അതുകൊണ്ടാണ് 2 ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇതേ നല്ല ഭാഗം ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഒരുമിച്ച് ചേർത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കട്ട് ചെയ്തിട്ട് എടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ബ്ലൗസൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാണ്ട് തന്നെ തയ്ക്കാം. പക്ഷേ നോർമൽ ബ്ലൗസ് ആകുമ്പോൾ ഇങ്ങനെ നടക്കില്ല കേട്ടോ. സ്ലീവ്ലെസ് ആകുമ്പോൾ ഇതേപോലെ സ്ലീവ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ 2 ഡാർട്ടും ഇതേപോലെ തന്നെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാണ്ട് തന്നെ നേരെ അങ്ങ് തയ്ച്ചു കൊടുക്കും. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ലൈനിങ് ഉണ്ടല്ലോ, അതും കൂടെ ഇതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവ്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതൊരുമിച്ച് വെക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് വീതി വരുന്നത്. ലെങ്ത്തായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരെ നീട്ടി നിന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എഗൈൻ ഒരു 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി വിടുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് സെൻറ്ററിക്ക് 2 എഡ്ജൊന്നും സെൻറ്ററിക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്ലീവ് ചെയ്തിട്ടെടുക്കുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ടോട്ടലൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 എഡ്ജ് വശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത പക്ഷം കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് വെക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് വിചാരിച്ചു. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പിൻ്റെ പോർഷൻ. അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവ് വെച്ച് കൊടുക്കുക. ഒന്നൊരു പിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ഇതിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്തത് ഈ വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെ പിന്നെ അപ്പുറത്തെ സൈഡിൽ ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ആവശ്യമില്ലാത്ത പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ നോർമലായി ചെയ്യുന്ന പോലെ കുഞ്ഞു കട്ട്സ് കൊടുക്കുക, ചെറിയ കട്ട്സ് കൊടുക്കുക. എന്നിട്ടൊന്ന് മറച്ചിടാം.
അപ്പോൾ ഇതേ നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കും ആം ഹോളിൻ്റെ അവിടേക്കും എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എഡ്ജ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോർഷൻ റെഡി ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലെങ്ത് ആയിട്ട് നമ്മൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ടാണ് നേരത്തെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്കിത് ആം ഹോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ 9 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആ 2.5 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുത്താൽ 6.5 ഇഞ്ച് കിട്ടും. അത് നേരെ മാർക്ക് ചെയ്ത് കൊടുത്തു. നേരെ നീട്ടി വരച്ചു കൊടുക്കുക. ഇത് നമുക്ക് സൈഡിൽ ബോഡിക്ക് കുറച്ച് എക്സ്ട്രാ വിടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ സൈഡിൽ തയ്യൽ തുമ്പ് വരാം കേട്ടോ. പിന്നെ വിടുത്തായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നേരെ താഴോട്ട് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി താഴെ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക. പിന്നെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ സൈഡിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ അതേ നമ്മൾ 2 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമുക്ക് 4 പോർഷൻ വേണം. 4 ലൈനിങ് നമുക്ക് ആവശ്യമുണ്ട് കട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമുക്ക് 4 പോർഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മെയിൻ ക്ലോത്തിൻ്റെ കൂടെ നമ്മൾ ഈ കട്ട് ചെയ്ത ലൈനിങ്, നമ്മൾ മാർക്ക് ചെയ്ത ലൈനിങ് വെച്ച് കൊടുക്കുക. ഒരു ലൈനിങ് കേട്ടോ, ഒരു പെയർ ലൈനിങ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് താഴെ 2 വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേ ലൈനിങ്ങായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ക്ലോത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തത്. ഇനി സെൻറ്റർ ഇതേ ഈ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് കുറച്ച് മാർക്കിങ്സ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ട്യൂബ് കൊണ്ട് ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ ട്യൂബ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മാർക്കിങ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 6 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും 6 എണ്ണം വെച്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ട്യൂബ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 2 ഇഞ്ച് നീളത്തിലായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റി ട്യൂബ് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ലൂപ്പ് ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഉള്ളോട്ടാട്ടോ നമ്മൾ ആ ലൂപ്പ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ളോട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണ്. ഇത് മൊത്തം അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. മൊത്തം ലൂപ്പ് വെച്ചു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലൈനിങ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലൂടെ ആ വരയുടെ അത് കൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലൂപ്പ് ഇതേ ഉള്ളിലാണ് വരിക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ സൈഡും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല റെഡിക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് കേട്ടോ, 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതേപോലെ അപ്പോൾ ഞാൻ ഉള്ളിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ നമ്മൾ ലൈനിങ് തുറന്ന് വയ്ക്കുക. എന്നിട്ട് സ്ലീവ് ഇതേ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ നല്ല ഭാഗത്ത് ഇങ്ങനെ സ്ലീവ് പുറത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ലൈനിങ് ക്ലോസ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ മുകളിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലൈനിങ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 എണ്ണം ലെഫ്റ്റും റൈറ്റും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മുകളിലത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടിവശം കൂടെ ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ലീവിൻ്റെ പോർഷൻ, ഈ സ്ലീവ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ ഈ സൈഡിലോട്ടാക്കി കൊടുക്കുക. എന്നുവെച്ചാൽ ബോഡിയുടെ അവിടേക്കോട്ടാക്കി കൊടുക്കുക. നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് വിട്ടത് ബോഡിക്ക് വേണ്ടിയിട്ടാണ് സൈഡിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് ആക്കി കൊടുത്തിട്ട് അടിവശം നമുക്ക് ക്ലോസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 വശം സ്റ്റിച്ച് ചെയ്തു. സൈഡത്തെ നമുക്ക് ആ ബോഡിയുടെ അവിടെ മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കോണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്കൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ കോണൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിടണം. അപ്പോൾ അതേ സിമ്പിളായിട്ട് നമുക്ക് മറിച്ചിടാൻ പറ്റും. അപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 2.5 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു മൊത്തമായിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കാണിക്കുക ചെയ്യുന്നത്. അപ്പോൾ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ച് ഈ ക്ലോത്ത് ഉള്ളോട്ടാക്കിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം.
ഇനി ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്ലൗസ് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ സൈഡ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതേ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇത് ടൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. എല്ലാ വീഡിയോസും നമ്മൾ കാണിക്കാറുണ്ട്, അതുകൊണ്ട് കേട്ടോ എക്സ്ട്രാ എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ ടൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ നേരത്തെ ഒരു കപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനത്തെ ബ്ലൗസ് നമ്മൾ എപ്പോഴും ഇടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടാൻ നേരത്തെ കപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആവശ്യമുള്ള നേരത്തെ അത് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. എത്ര പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് അറിയത്തില്ല, എന്നാലും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. So guys, thank you so much for watching. See you to the next video. Bye.